ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 291 സീറ്റുകളിൽ മുന്നേറി എൻഡിഎ മുന്നണി കേവല ഭൂരിപക്ഷത്തിലേക്ക്. INDIA സഖ്യം 233 സീറ്റുകളിൽ മുന്നിലാണ്. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ 3.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. റായ്ബറേലിയിൽ 3,90,000 വോട്ടുകളാണ് രാഹുലിന്റെ ഭൂരിപക്ഷം. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ 7 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും പർഷോത്തം രൂപാല 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും വിജയിച്ചു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, ഭൂപേന്ദർ യാദവ്, പ്രഹ്ലാദ് ജോഷി, അനുരാഗ് സിംഗ് ഠാക്കൂർ, സർബാനന്ദ സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ് എന്നിവരും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. അതേസമയം കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, എൽ മുരുകൻ, പ്രമുഖ ബിജെപി നേതാവ് മേനക ഗാന്ധി എന്നിവർ പരാജയപ്പെട്ടു. ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദ് 2600-ലേറെ വോട്ടുകൾക്ക് സിറ്റിംഗ് എംപിയും NCP ശരത് പവാർ പക്ഷ നേതാവുമായ PP അബ്ദുൾ ഫൈസലിനെ പരാജയപ്പെടുത്തി. അന്തിമ കണക്കുകൾ പുറത്തുവന്നപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ UDF 17ഇടത്തും LDF 1ഇടത്തും NDA 1 സീറ്റിലും വിജയിച്ചു. ആറ്റിങ്ങലിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFന്റെ അടൂർ പ്രകാശ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ LDFന്റെ V ജോയിയേക്കാൾ 1700ഓളം വോട്ടുകൾക്ക് മുന്നിലാണ്. LDF ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീകൌണ്ടിംഗിന് അനുമതി നൽകി. കേന്ദ്രമന്ത്രി V മുരളീധരനാണ് ആറ്റിങ്ങലിൽ 3ാം സ്ഥാനത്ത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് UDFന്റെ ശശി തരൂർ 16,000ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കനത്ത പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും തുടർച്ചയായ 4ാം വട്ടവും വിജയം ശശി തരൂരിനെ തേടിയെത്തുകയായിരുന്നു. തൃശൂരിൽ 74,000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി NDAയുടെ സുരേഷ് ഗോപി ചരിത്ര വിജയം സ്വന്തമാക്കി. തൃശൂരിൽ LDF 2ാമതും UDF 3ാമതുമാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി. കൊല്ലത്ത് UDFന്റെ NK പ്രേമചന്ദ്രൻ 1,48,000-ലേറെ വോട്ടുകളുടെ ലീഡിലാണ് ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIM വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ UDFന്റെ KC വേണുഗോപാൽ 60,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മാവേലിക്കരയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവച്ച LDFന്റെ CA അരുൺകുമാറിനെതിരെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 10,000ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. എറണാകുളത്ത് UDFന്റെ ഹൈബി ഈഡൻ 2.5 ലക്ഷത്തോളം വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചാലക്കുടിയിൽ UDFന്റെ ബെന്നി ബെഹനാൻ 60,000-ലേറെ വോട്ടുകൾക്കാണ് ജയിച്ചത്. ആലത്തൂരിൽ UDFന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെതിരെ LDFന്റെ K രാധാകൃഷ്ണൻ 19,000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് UDFന്റെ VK ശ്രീകണ്ഠൻ 75,000ഓളം വോട്ടിന്റെ ലീഡിൽ ജയിച്ച് മണ്ഡലം നിലനിർത്തി. പൊന്നാനിയിൽ UDFന്റെ അബ്ദുസമദ് സമദാനി 2,30,000-ലേറെ വോട്ടുകൾക്ക് ഉജ്ജ്വല വിജയം നേടി. മലപ്പുറത്ത് UDFന്റെ ET മുഹമ്മദ് ബഷീർ 2,98,000-ലേറെ വോട്ടുകളുടെ ശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കോഴിക്കോട് UDFന്റെ MK രാഘവൻ 1,45,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു. വടകരയിൽ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയോട് ശക്തമായ പോരാട്ടം കാഴ്ചവച്ച UDFന്റെ ഷാഫി പറമ്പിൽ 1,15,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. 1,12,000-ഓളം വോട്ടുകൾക്ക് കണ്ണൂരിൽ UDFന്റെ K സുധാകരൻ വിജയിച്ചു. കാസർഗോഡ് 85,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു. പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണി 66,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. കോട്ടയത്ത് UDFന്റെ ഫ്രാൻസിസ് ജോർജ് 87,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഡീൻ കുര്യാക്കോസ് 1,30,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 3ാം തവണയും LDFന്റെ ജോയിസ് ജോർജിനെതിരെ മത്സരരംഗത്തിറങ്ങിയ ഡീൻ കുര്യാക്കോസ് 1,33,277 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡീൻ കുര്യാക്കോസിന് 4,61,373 വോട്ടുകൾ ലഭിച്ചപ്പോൾ ജോയിസ് ജോർജിന് 2,98,096 വോട്ടും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന് 91,229 വോട്ടും ലഭിച്ചു. വോട്ടെണ്ണൽ ആദ്യ 2 റൌണ്ടുകൾ പിന്നിട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ UDF തരംഗം പ്രകടമായിരുന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് LDF UDF സ്ഥാനാർത്ഥി തമ്മിൽ അല്പമെങ്കിലും പോരാട്ടം നടന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സ്വന്തം മണ്ഡലമായ ഇടുക്കിയിൽ പോലും 15,688 വോട്ടിന്റെ ലീഡ് UDFന് നേടാനായി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് പ്രതീക്ഷ ലെവലേശം നൽകാതെയാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വിജയത്തിലേക്ക് കുതിച്ചത്. LDF MLAമാരുടെ മണ്ഡലങ്ങളിൽ പോലും വ്യക്തമായ ലീഡ് നേടി ചരിത്രപരമായ വിജയമാണ് ഡീൻ നേടിയത്.
ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ YSR കോൺഗ്രസിനെ TDP, BJP, JSP സഖ്യം പരാജയപ്പെടുത്തുകയായിരുന്നു. ഒഡീഷയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട BJD ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയത്. 147 നിയമസഭാ മണ്ഡലങ്ങളിൽ 80ഓളം സീറ്റുകളിൽ BJPയാണ് മുന്നിൽ. ഭരണകക്ഷിയായ ബിജു ജനതാദൾ 50ലേറെ സീറ്റിലും കോൺഗ്രസ് 14 മണ്ഡലങ്ങളിലും മുന്നേറി. ഒഡീഷയിൽ BJPക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആന്ധ്രയിൽ NDAക്ക് ശക്തമായ ഭൂരിപക്ഷം ലഭിച്ചതിലും അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസ് സഖ്യം എല്ലാ സീറ്റുകളിലും വിജയമുറപ്പിച്ചു. DMK 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും മുന്നിലാണ്. CPIM-ഉം CPI-യും VCK-യും 2 സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. MDMK-യും മുസ്ലിം ലീഗും ഓരോ സീറ്റുകളിൽ മുന്നിലാണ്. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 17ഇടത്ത് BJPയും 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസും വിജയമുറപ്പിച്ചു. JDS 2 സീറ്റുകളിലാണ് മുന്നിൽ. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിൽ TDP 16 സീറ്റുകളിൽ മുന്നിലാണ്. സഖ്യകക്ഷിയായ BJP 3 മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ YSR കോൺഗ്രസ് 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും 8 വീതം സീറ്റുകളിൽ മുന്നിലാണ്. ഹൈദരാബാദിൽ AIMIM വിജയത്തിലേക്ക് അടുക്കുകയാണ്. അസമിൽ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 സീറ്റുകളിൽ BJP മുന്നിലാണ്. ത്രിപുരയിൽ ഒരിടത്ത് BJP വിജയിച്ചു. അരുണാചൽ പ്രദേശിൽ 2ഇടത്ത് BJP മുന്നിലാണ്. മണിപ്പൂരിൽ 2 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിലാണ്. മേഘാലയയിൽ 1 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു. സിക്കിമിൽ ആകെയുള്ള 1 സീറ്റിൽ സിക്കിം ക്രാന്തികാരി മോർച്ച വിജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കുന്നതിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവർ പ്രവർത്തകരോടൊപ്പം വിജയാഘോഷത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ വോട്ടെണ്ണൽ പൂർത്തിയായതോടെ DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ മുൻ മുഖ്യമന്ത്രി കരുണാനിധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ തീരുമാനമാണെന്നും വിധി അംഗീകരിക്കുന്നതായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ഇത് ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും ഖർഗെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. BJP ഉയർത്തിയ കനത്ത വെല്ലുവിളികൾക്കിടയിലും INDA സഖ്യം മികച്ച പ്രകടനം കാഴ്ചവച്ചതായി തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പറഞ്ഞു. കേരളത്തിൽ UDF തരംഗമെന്ന് UDF കൺവീനർ MM ഹസൻ. മതേതര ജനാധിപത്യത്തിന്റെ യശസ് ഉയർത്തിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് INDA മുന്നണിയുടേതെന്നും ശ്രീ ഹസൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി NDA വൻ വിജയം നേടിയതിൽ അഭിമാനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിലെ വിജയം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നതായും തെറ്റുകൾ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നോട്ടയ്ക്ക് റെക്കോർഡ് വോട്ട്. മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലാണ് 2,18,000-ലേറെ വോട്ടുകൾ ആർക്കുമില്ലാതെ നോട്ടയുടെ പേരിൽ രേഖപ്പെടുത്തിയത്. അതേസമയം ഇൻഡോറിലെ BJP സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനിക്ക് 12 ലക്ഷത്തിലേറെ വോട്ടുകൾ ലഭിച്ചതും റെക്കോർഡാണ്. 10 ലക്ഷത്തിലേറെ വോട്ടിനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണ സംസ്ഥാനതല ആരംഭം നാളെ ക്ലിഫ് ഹൌസിൽ ഫലവൃക്ഷത്തൈ നട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾക്കനുസരിച്ച് കൃഷിരീതി ചിട്ടപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലക്ഷ്യമിടുന്നത്. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ടോസ് നേടിയ സ്കോട്ട്ലൻഡ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. രാത്രി 9-ന് നെതർലൻഡ്സ് നേപ്പാളിനെ നേരിടും. കേന്ദ്ര എക്സൈസ് ബിൽ 2024ന്റെ കരട് രേഖയിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര പ്രത്യക്ഷ നികുതി കസ്റ്റംസ് ബോർഡ്. ബിൽ നടപ്പായാൽ 1944ലെ കേന്ദ്ര എക്സൈസ് ബില്ലിന് ബദലായി നിലവിൽ വരും. ബോർഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാതൃകയിൽ 21 ദിവസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. പാകിസ്ഥാനിൽ കൽക്കരി ഖനിയിൽ മീഥേൻ വാതകം ശ്വസിച്ച് 11 പേർ മരിച്ചു. ക്വറ്റയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള സഞ്ച്ദി മേഖലയിലെ കൽക്കരി ഖനിയിലാണ് അപകടം. 1500 അടി താഴ്ചയിൽ ജോലി ചെയ്ത തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.